ഹായ് എവരിവൺ, എല്ലാവർക്കും ഡിഷ് കൾച്ചറിലേക്ക് സ്വാഗതം. ഞാനിതൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഡിഷ് കൾച്ചറിൽ എത്തിയിരിക്കുന്നത്. അതായത് എണ്ണക്കത്തിരിക്ക, വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ് എണ്ണക്കത്തിരിക്ക എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് കപ്പലണ്ടി നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തതിന് ശേഷം വെളുത്ത എള്ള്, അത് കപ്പലണ്ടി എടുക്കുന്നതിൻ്റെ നേർ പകുതിയായിരിക്കണം വെളുത്ത എള്ള് എടുക്കേണ്ട. അതും നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് രണ്ടും ചൂടാറാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അതിന് ശേഷം വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങ, അത് നമ്മൾ നല്ലതായിട്ട് കഴുകി നല്ല ഉണങ്ങിയ തുണിക്കകത്ത് നല്ലതായിട്ട് അത് വെള്ളമയമെല്ലാം മാറ്റി തുടച്ചതിന് ശേഷം നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് തുണിക്കകത്ത് ഈ വെള്ളമയമെല്ലാം മാറ്റിയെടുത്തില്ലെങ്കിൽ ഓലപ്പടക്കം പെട്ടുന്ന മാതിരി പൊട്ടി നമ്മുടെ മുഖം മൊത്തമാവും. പിന്നെ എന്നെ ആരും പൊങ്കാലയിടാൻ വന്നേക്കരുത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് നമ്മളിത് മാറ്റി വെക്കണം. ഇത് നല്ല നാലായിട്ട് കീറിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഈ മറുത്ത് മാറ്റി വെച്ചേക്കുന്ന ഈ കപ്പലണ്ടിയും അതെല്ലാം കൂടെ നമ്മൾക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് ആറാൻ നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. അതിപ്പം ആറിയതിന് ശേഷം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നല്ലെണ്ണയുടെ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ പച്ചമുളക്, 2 സവാള, 2 തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഈ നല്ലെണ്ണ അത് ബാക്കിയുള്ളതിനകത്തോട്ട് നമ്മൾ വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്ക് ചെറിയ ജീരകവും കുറച്ച് ഉലുവ, കുറച്ച് പെരുംജീരകം ഇതെല്ലാം കൂടി നമ്മളൊരു എണ്ണയ്ക്കകത്തോട്ട് ഇത് നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കണം. അതായത് 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, കടുക്, ചെറിയ ജീരകം, പെരുംജീരകം, ഉലുവ ഇത്രയും ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ കടുക് താളിച്ച് എടുത്ത് കുറച്ച് കരിയാപ്പിലയും ലാസ്റ്റ് ഇട്ട് ഞാൻ കടുക് താളിച്ച് എടുത്ത് അത് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റി വെച്ചല്ലോ, വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട്. ആ വഴറ്റി വെച്ചതിനകത്തോട്ട് നമ്മൾ ഈ കടുക് വറുത്തതെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ടത് ഇളക്കി യോജിപ്പിക്കണം. നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് ഇതെല്ലാം 1 സ്പൂൺ ആ മുളക് പൊടി ചേർത്തേക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഗരം മസാലയൊക്കെ ഞാൻ 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇത്രയും കൂടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പം നമ്മൾ ഇതിനകത്തിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കിടക്കുമ്പോൾ അത് നമ്മൾ സിമ്മിലിട്ടിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന എള്ളും കപ്പലണ്ടിയും കൂടെ നല്ലതായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഈ കൂട്ടുകൾ ചേർക്കണം. ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മസാലയായിട്ട് നല്ലതായിട്ട് ഇത് മൊത്തം മസാല ഇതും കൂടെ കൂട്ടി യോജിപ്പിച്ച് നല്ലതായിട്ടതിന് ശേഷം നമുക്ക് എണ്ണ ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം നല്ലെണ്ണയല്ലേ, നല്ലെണ്ണ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ഇതിന് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് വെള്ളം തിക്ക് ഗ്രേവി ആവുമെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ട്, പച്ചവെള്ളം കോരി ഒഴിക്കരുത്, നമ്മൾ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. ആ തിളപ്പിച്ച വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് അത് ശകലവും കൂടെ ഒന്ന് അത് ലൂസാക്കുക വെള്ളം, അത് ഗ്രേവിയൊന്ന്. അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന ഈ കത്തിരിക്ക, വഴുതനങ്ങ ഓരോന്നായിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനകത്തോട്ട് മസാലയ്ക്കകത്ത് മുങ്ങണം. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് ഈ ഗ്രേവി ഇതിലോട്ട് പെതുക്കെ നമ്മൾ ഗ്രേവി ഈ വഴുതനങ്ങക്കകത്തോട്ട് പിടിക്കത്തക്ക രീതി പെതുക്കെ ഇളക്കണം. കപ്പ ഇളക്കുന്ന മാതിരി നമ്മൾ ഇളക്കരുത്, പെതുക്കെ ഇളക്കാവുള്ളൂ. കാരണം ഇതിൻ്റെ ഗ്രേവി ഇതിനകത്ത് പിടിക്കണം, ഇതിൻ്റെ ഉടഞ്ഞു പോവാതെ വേണം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ ദാണ്ട ഇതിനകത്തിലെല്ലാം എണ്ണ തെളിഞ്ഞ് കപ്പലണ്ടിയുടെയും എള്ളിൻ്റെയും എല്ലാം പൊടിച്ചതിനകത്ത് അതിനകത്തിലെ എണ്ണയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നല്ലെണ്ണയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അതാ എണ്ണക്കത്തിരിക്ക എന്ന് പറഞ്ഞ് ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ്. ഇത് ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പം ഇത് 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. ഇത് ഇപ്പം ദാണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റുള്ള അതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിപ്പോൾ ഒരു വേറെ പാത്രത്തിലോട്ട് ഞാനിത് പകർന്നു വെക്കുകയാണ്. ഞാനിവിടെ ഇപ്പം ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്.
ചപ്പാത്തിയും ഈ എണ്ണക്കത്തിരിക്കയും നല്ല കോമ്പിനേഷനാണ്. പൂരി ആയാലും നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാനും നല്ലതാണ്. ഇത് ഞാൻ ചേട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. ചേട്ടന് അത് എണ്ണക്കത്തിരിക്ക ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ചോറിനെക്കാട്ടും ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ചേട്ടന് ഇഷ്ടം. അപ്പോൾ എപ്പം ചപ്പാത്തിയും ഏത് കറിയും കൊടുത്താലും ശരി, കീര വേണം അതിൻ്റെ കൂടെ, ഒരു നിർബന്ധമാണ്. കീര, മൂലി, കീര ഇതൊക്കെ വേണം. അപ്പോൾ ഞാനിത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ, അപ്പോൾ എന്തുവാ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പം വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ കഴിച്ചിട്ട് നല്ല പെട്ടെന്ന് അതിനുള്ള ഉത്തരവും തന്നു, നല്ലതാണെന്ന് പറയുകയും ചെയ്ത്. സാധാരണ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ മറുപടി പറയുന്നതല്ല, അങ്ങനെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നും പറയത്തില്ല. പക്ഷേ ഇന്നത് കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. കപ്പലണ്ടി ആയാലും എള്ളായാലും ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കായാലും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും സ്കൂളിൽ കൊടുത്തു വിടാനായാലും നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിന് പോകുമ്പോഴായാലും എല്ലാത്തിനും നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ചും പറയാൻ നല്ലെണ്ണയിലാണ് ഇത് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിച്ചിരി പായസവും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസവും കഴിച്ച് ചപ്പാത്തിയും ഇതും കൂടെ കഴിച്ചിട്ട് വിളച്ചന് തൃപ്തിയായി. ഇനിയും ഇതുപോലത്തെ ഡിഷ് ഉണ്ടാക്കണമെന്ന് എൻ്റെയൊക്കെ പറഞ്ഞേക്കോ, എണ്ണക്കത്തിരിക്ക ഇനിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞേക്കോ. ഞാൻ പറഞ്ഞു ഇനിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു എന്താവത്തില്ല. അത് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത ആഴ്ച ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇത് പായസം കൊടുത്തപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. മക്രോണി പായസമാണ് ഞാൻ കൊടുത്തത്, അതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.